നമസ്കാരം. നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് ഈ സന്ദർഭത്തിൽ ജനമൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞു തുടങ്ങാൻ കാരണം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തേക്ക് വന്നു. കേരളത്തിൽ സെലക്റ്റീവ് ജില്ലകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് ആരതൊന്ന് വിലയിരുത്തിയാലും തിരിച്ചറിയാവുന്ന കാര്യമാണ്. കാര്യം കേരളത്തിൽ ആകമാനം ഇടതുപക്ഷത്തിനെതിരെ ജനവികാരം ഉണ്ടായിട്ടില്ല. 4 കോർപ്പറേഷനിലും കുറച്ച് ജില്ലകളിലും ആ ജില്ലകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ വികാരമുണ്ടായത് ആർക്കാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റുന്നത്. അത് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിലാണ് സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് വന്നാൽ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അത് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് കുറച്ച്, മലപ്പുറത്ത് വലിയ തോതിൽ ആഞ്ഞടിച്ചിരിക്കുന്നു, പിന്നെ കാസർഗോഡൊക്കെ കുറച്ച്, കണ്ണൂർ കുറച്ച്, അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത്. 7 ജില്ലകളിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസരവാദം എന്താണെന്ന് നാട്ടുകാർ തിരിച്ചറിയണം. അതായത് ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി ഇടതുപക്ഷ നേതാക്കന്മാർ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അവിടുത്തെ നേതാക്കന്മാരും മാധ്യമങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ എഴുത്തുകാരെല്ലാം കൂടി സൃഷ്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും നിലപാടെടുക്കണം. ഇപ്പോൾ ഈ ഗസ വിഷയം വന്നു, പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവുകളിലെല്ലാം പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. ആ സന്ദർഭത്തിൽ ഉടനടി കോൺഗ്രസ്സുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും പുറത്തേക്ക് പ്രചരിപ്പിച്ചൊരു വാചകമുണ്ട്, ഇതാ സർക്കാർ ന്യൂനപക്ഷ പ്രീണനമേ. ഇപ്പോൾ നേരെ തിരിച്ചും UDF-നൊപ്പം ഈ ന്യൂനപക്ഷം നിൽക്കുകയാണ്. UDF-ന് അത് പ്രീണനമല്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. UDF-നോടൊപ്പം നിന്ന അത് പ്രീണനമല്ല, അത് സർവ്വസാധാരണ രാഷ്ട്രീയമാണ്. ഇനിയിപ്പോൾ ഈ മുസ്ലിം മതവിഭാഗക്കാർ ഇടതുപക്ഷത്തിനോടൊപ്പം വരികയോ അവരുടെ പ്രശ്നങ്ങളിലെങ്ങാനും ഇടതുപക്ഷക്കാർ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു തന്ത്രം നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കും. സതീശന് സംഘവും ആഞ്ഞടിക്കും, സംഘപരിവാറുകാർ ആഞ്ഞടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷക്കാർ എല്ലാം കൂടി സതീശന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്നിലോ ലീഗിന്റെ പിന്നിലോ അണിനിരുന്നപ്പോൾ അത് സർവ്വസാധാരണമാണ്, ഒരു പ്രീണനമല്ല. ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് സതീശന് സംഘവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങളൊരു വാർത്ത കണ്ടോ? ഇരട്ടത്താപ്പാണോ അല്ലയോ? അത് നേരെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി 4 ജില്ലകളിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻസ് ആണല്ലോ ഉള്ളത്. അവിടെയും ക്രിസ്ത്യൻ പ്രീണനം എന്നുള്ള വാർത്ത എന്തുകൊണ്ട് വരുന്നില്ല? കോൺഗ്രസിന്റെ ഈ വിജയത്തിന് പിന്നിൽ പ്രീണനമാണ്. ന്യൂനപക്ഷങ്ങളെ, അത് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ഒരുപോലെ പ്രീണിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്, അവരുമായിട്ട് നീക്കുപോക്കുണ്ടാക്കി അവരെ പ്രീണിപ്പിക്കാമെന്ന് ഉറപ്പ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നു എന്ന് ഒരു മാധ്യമങ്ങളും എഴുതിയില്ലെങ്കിൽ എന്താണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഇത്തരം കമ്മ്യൂണിറ്റികൾ ഒന്നും അടുത്ത് നിൽക്കാൻ പാടില്ല. അങ്ങനെ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണെങ്കിൽ പ്രീണനം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ഈ കൺസോൾട്ടേഷൻ, അതായത് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ, അവരെല്ലാം കൂടി ഇതാ സർക്കാരിന്റെ ന്യൂനപക്ഷം അല്ലെങ്കിൽ CPM-ന്റെ ന്യൂനപക്ഷ പ്രീണനം കണ്ടോ എന്നുള്ള നിലയ്ക്ക് ഇവരെ വ്രണപ്പെടുത്താൻ ശ്രമിക്കും. നേരെ മറിച്ചാണെങ്കിൽ അതാ ഭൂരിപക്ഷ പ്രീണനം കണ്ടോ എന്ന പേരിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ വെച്ചിട്ട് ന്യൂനപക്ഷങ്ങളെല്ലാം മുറിവേൽപ്പിക്കും. എന്തൊരു വൃത്തികെട്ട തന്ത്രമാണ് ഇത്! കോൺഗ്രസ്സുകാരോ ലീഗുകാരോ അല്ലെങ്കിൽ BJP-ക്കാരോ ചെയ്താൽ അത് സർവ്വസാധാരണമാണ്. ക്രിസ്ത്യൻ വീടുകളിലെല്ലാം ഇവർ കേക്കുമായിട്ട് പോയി, അതൊന്നും ന്യൂനപക്ഷ പ്രീണനമേ അല്ല. അവർ മുസ്ലിം വിഭാഗങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂനപക്ഷ വേട്ട എന്ന വാക്ക് പോലും ഉപയോഗിക്കാറില്ല. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? കേരളത്തിലെ മാധ്യമങ്ങളുടെ താല്പര്യങ്ങളും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമുദായ സംഘടനകൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെയാണ് ഇവർ വിദഗ്ധമായിട്ട് സമുദായങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ എഴുതി പൊലിപ്പിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ആ സംഭവം എന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇത്തരം പ്രീണന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് ഇവർ കൂലി കൊടുത്തിരുത്തിയിരിക്കുന്നവന്മാർ കോൺഗ്രസിനെയും ഒപ്പം തന്നെ സമുദായങ്ങളെയെല്ലാം കൃത്യം കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയുള്ള ടാക്ടിക്സ് ഏൽപ്പിച്ച് ഇരുത്തിയിരിക്കുന്നവരാണെന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഇനി നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത്? കേരളത്തിലെ ചില ജില്ലകളിൽ മാത്രം പ്രത്യേക വികാരമുണ്ടായിട്ട് അത് UDF-ന്റെ ന്യൂനപക്ഷ പ്രീണനമാണ് എന്നുള്ള ഒരു വാക്ക് പറയാത്ത പശ്ചാത്തലത്തിൽ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്താണെന്ന് ജനം നോക്കിക്കാണണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. പ്രത്യേകിച്ച് സഖാക്കൾ മനസ്സിലാക്കേണ്ട ആ കുത്തിത്തിരിപ്പ് എന്താണെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് കൃത്യമായി വിലയിരുത്തി നോക്കൂ.